നിസ്കാരത്തിലെ റുക്നുകൾ അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. ഒരാൾ ബോധപൂർവം ഏതെങ്കിലും ഒരു റുക്ന് ഉപേക്ഷിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകും. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ നിൽക്കുക എന്നത് റുക്നാണ്. ഒരാൾ നിസ്കാരത്തിൽ നിൽക്കാൻ സാധിക്കുന്ന അവസ്ഥയിലായിട്ടും നിൽക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സ്വീകരിക്കില്ല. ഫർദായ നിസ്കാരത്തിൽ നിൽക്കുക എന്നത് റുക്നാണ്. റുക്നുകൾ ഒരാൾ മറന്നുപോയാൽ ഒന്നല്ലെങ്കിൽ അവൻ്റെ നിസ്കാരം മുഴുവനായി ബാത്തിലാകും, നിഷ്ഫലമാകും, മുഴുവൻ നിസ്കാരം അടക്കണം. അതല്ലെങ്കിൽ ആ റുക്ന് ഏതൊരു റക്അത്തിലാണോ നഷ്ടപ്പെട്ടത് ആ റക്അത്ത് അവൻ മടക്കി നിസ്കരിക്കണം. ഉദാഹരണത്തിന് നിസ്കാരത്തിന് റുക്നിൽ ഒന്നാമത് എണ്ണാവുന്ന കാര്യമാണ് തക്ബീറത്തുൽ ഇഹ്റാം. നിസ്കാരത്തിൻ്റെ തുടക്കത്തിലുള്ള തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടാണ് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത്. ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം മറന്നു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം മുഴുവൻ ബാത്തിലാണ്, നിസ്കാരം മുഴുവൻ മടക്കണം. എന്നാൽ മറ്റു ചില റുക്നുകൾ നഷ്ടപ്പെട്ടാൽ ആ റുക്ന് ഏത് റക്അത്തിലാണോ ഉള്ളത് ആ റക്അത്ത് ബാത്തിലാകും. ഉദാഹരണത്തിന് റുകൂഅ് നഷ്ടപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുജൂദ് നഷ്ടപ്പെട്ടാൽ ആ റക്അത്ത് ബാത്തിലാകും, ആ റക്അത്ത് ഇല്ലാതെയായി, സ്വീകരിക്കില്ല. ഉദാഹരണത്തിന് ഒരാൾ 4 റക്അത്തുള്ള ദുഹർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടാമത്തെ റക്അത്തിൽ അവൻ റുകൂഅ് മറന്നു എന്ന് വിചാരിക്കുക. അവൻ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോഴാണ് ഓർത്തത് ഞാൻ റുകൂഅ് ചെയ്തിട്ടില്ല. എങ്കിൽ ഇനി അവൻ നിസ്കരിക്കേണ്ടത് ഏത് റക്അത്താണ്? രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ? രണ്ടാമത്തെ റക്അത്താണ്. എന്തുകൊണ്ട്? രണ്ടാമത്തെ റക്അത്തിൽ അവൻ റുകൂഅ് ചെയ്തിട്ടില്ല, അത് റുക്നാണ്. അത് നഷ്ടപ്പെട്ടാൽ ആ റക്അത്ത് ബാത്തിലായി. നിസ്കാരം മുഴുവൻ ബാത്തിലായോ? ഇല്ല. എന്തുകൊണ്ട്? അവൻ മറന്നുകൊണ്ട് റുകൂഅ് നഷ്ടപ്പെടുത്തിയത് കാരണം നിസ്കാരം ബാത്തിലായിട്ടില്ല. എന്നാൽ ബോധപൂർവമാണ് ഒഴിവാക്കിയതെങ്കിലോ, റുകൂഅ് ചെയ്തില്ലെങ്കിലോ നിസ്കാരം മുഴുവൻ മടക്കണം, നിസ്കാരം മുഴുവൻ ബാത്തിലായി.